കാർഗിൽ യുദ്ധകാലത്ത് BJP സർക്കാർ, അന്ന് വാജ്പേയി സർക്കാരാണ്, വാജ്പേയി സർക്കാർ നടത്തിയ ശവപ്പെട്ടി കുംഭകോണം, അതാണ് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്ന അഴിമതി. കാരണം സൈനികരുടെ മൃതദേഹം അടക്കം ചെയ്യാൻ വാങ്ങിയ ശവപ്പെട്ടികൾ വാങ്ങിയതിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നു എന്ന ആരോപണം അന്ന് വാജ്പേയി സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ ആരോപണമായിരുന്നു. അത് കഴിഞ്ഞ് വർഷം എത്ര കഴിഞ്ഞു. ഇപ്പോൾ കേരളം മനസ്സാക്ഷിയെ ഞെട്ടിച്ച വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ മൃതദേഹം അടക്കം ചെയ്യാൻ ഉൾപ്പെടെ സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച കണക്കുകൾ ഈ ശവപ്പെട്ടി കുംഭകോണത്തെ പോലും പിന്നിലാക്കുന്നതാണ്. നാം കണ്ടതാണ്, കേരളത്തിലെ സന്നദ്ധ പ്രവർത്തകർ രാഷ്ട്രീയം മറന്ന് ആയിരക്കണക്കിന് ആളുകളാണ്, ഡിവൈഎഫ്ഐക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗും BJPക്കാരും ഉൾപ്പെടെ രാഷ്ട്രീയത്തിന് അതീതമായി മനുഷ്യരുടെ ഒരു വലിയ സന്നദ്ധ പ്രവർത്തനമാണ് മുണ്ടക്കയിലും ചൂരൽമലയിലും എല്ലാം നടന്നത്. ഈ മൃതദേഹം അടക്കം ചെയ്യാനുള്ള ഭൂമിയാകട്ടെ ഹാരിസൺ പ്ലാന്റേഷൻ, സർക്കാർ ഭൂമി ഹാരിസൺ കൈയടക്കി വെച്ചിരിക്കുന്നതിൽ നിന്ന് ആണ് ഭൂമി വിട്ടുകൊടുത്തത്. ആ ഭൂമിയിൽ പണിയെടുത്ത ആളുകളെല്ലാം തന്നെ സന്നദ്ധ പ്രവർത്തകരാണ്. എന്നിട്ടും ആ മൃതദേഹം അടക്കം ചെയ്യാൻ വേണ്ടി ചിലവഴിച്ച തുക കേട്ടാൽ കേരളമെന്നല്ല നമ്മുടെ രാജ്യം തന്നെ നടുങ്ങിപ്പോകും. ഒരു മൃതദേഹം അടക്കം ചെയ്യാൻ 75,000 രൂപയാണത്രേ ചിലവിട്ടത്. അങ്ങനെ ഒരു മൃതദേഹം അടക്കം ചെയ്യാൻ 75,000 രൂപ വെച്ച് 359 മൃതദേഹം അടക്കം ചെയ്യാനായിട്ട് ചിലവാക്കിയത് 2.77 കോടി രൂപയാണ്. ആലോചിച്ചു നോക്കൂ, മരിച്ചവരാണ് ഭാഗ്യവാന്മാർ എന്ന് ജീവിച്ചിരിക്കുന്ന നമുക്ക് തോന്നിപ്പോകുന്ന കണക്ക്. ഓരോ കണക്കുകളും അത്തരത്തിൽ ഞെട്ടിക്കുന്നതാണ്. പുനരധിവാസത്തിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ചിലവ് പ്രതീക്ഷിക്കുന്നതും ചിലവാക്കിയതും എന്ന് അവകാശപ്പെടുന്നത് 233.25 കോടിയാണ്. പരിക്ക് പറ്റിയവരെ ചികിത്സിക്കാൻ 1.75 കോടിയാണ് ചിലവിട്ടിരിക്കുന്നത്. പട്ടാളക്കാർ നിർമ്മിച്ച ബെയിലി പാലത്തിന് ചിലവ് എഴുതിയിരിക്കുന്നത് 1 കോടി രൂപയാണ്. ടോർച്ചും മഴക്കോട്ടും വാങ്ങാനായി ചിലവിട്ടിരിക്കുന്നത് 2.98 കോടിയാണ്. പരിക്കേറ്റവരെ ചികിത്സിക്കാൻ മറ്റൊരു ഹെഡിൽ പറയുന്നത് 2.02 കോടി ചിലവിട്ടതായിട്ടാണ്. 10-20 ദിവസത്തോളം രക്ഷാപ്രവർത്തനം രാത്രികാലങ്ങളിലും നടത്തിയതിന് ജനറേറ്റർ വാങ്ങിയതിന് 7 കോടി രൂപയാണ് ചിലവ്. ഈ ഉരുൾപൊട്ടലിൽ അടിഞ്ഞുകൂടിയ പാറയും കല്ലുകളും നീക്കം ചെയ്യാൻ 36 കോടി രൂപയാണ് ചിലവിട്ടത്. കുടിലുകൾ, ഏറ്റവും കുറഞ്ഞ തുക, ഈ കുടിലുകൾ നശിച്ചത് മൂലം 5 ലക്ഷം രൂപയുടെ നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പുനർനിർമ്മാണത്തിനായി കാണുന്നത് 9.04 കോടിയാണ്. തൊഴുത്തുകൾ, പശുത്തൊഴുത്തുകൾ, കാരണം അവിടുത്തെ കർഷകർക്ക്, തൊഴിലാളികൾക്ക് പശുക്കൾ ഉണ്ടായിരുന്നു. ആ പശുത്തൊഴുത്തലുകൾ നഷ്ടപ്പെട്ടത് കാരണം 18 ലക്ഷം നഷ്ടപ്പെട്ടതായിട്ടാണ്. അത് നമുക്ക് ആശ്വസിക്കാം. കാരണം മുഖ്യമന്ത്രിയുടെ വീട്ടിലെ പശുത്തൊഴുത്തിന് 35 ലക്ഷമോ 40 ലക്ഷമോ ഒരു തൊഴുത്തിന് ചിലവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വലിയ തുകയാണെന്ന് പറയാൻ പറ്റില്ല. 3 പാലം തകർന്നു പോയതിന് 13 കോടിയാണ് ചിലവിട്ടിരിക്കുന്നത്. 25 കിണറുകൾ ഈ മലവെള്ളപ്പാച്ചിലിൽ, ഈ ഉരുൾപൊട്ടലിൽ നികന്നുപോയത് പുനരുദ്ധരിക്കാനായി 12 ലക്ഷം രൂപയാണ് ചിലവ്. സഹായധനമായി 1.35 കോടി. 5000-ഓളം സന്നദ്ധ പ്രവർത്തകരും മറ്റും അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് ദിവസവേതനം കണക്കാക്കി പറയുന്നത് 5.42 കോടിയാണ്.
രക്ഷാപ്രവർത്തകരെ എത്തിക്കാനായി ചെലവിട്ടത് 4 കോടി. മിനറൽ വാട്ടറും ഭക്ഷണവും നൽകിയതിന് 10 കോടി. ഈ കെട്ടിടങ്ങൾ മുഴുവൻ നശിച്ചുപോയ, തകർന്നുപോയ ചൂരൽമലയിലും മുണ്ടക്കയിലും താമസിച്ച ആളുകൾക്ക് താമസ ചിലവിട്ടിരിക്കുന്നത് 15 കോടി. ആലോചിച്ച് നോക്കൂ, 15 കോടി ചിലവിട്ട് വയനാട്ടിൽ എവിടെയാണ് താമസിക്കാൻ കഴിയുക എന്ന് മനസ്സിലാവുന്നില്ല. 20 ദിവസമായാലും 1 മാസമായാലും എത്ര വലിയ തുകയാണ് പറയുന്നത്. ഡ്രോണും റഡാറും ഒക്കെ ഉപയോഗിച്ചതിന് 3 കോടി രൂപ. JCBയും ഇറ്റാച്ചിയും എല്ലാം കൊണ്ടുവന്നതിന് 15 കോടി. DNA പരിശോധന നടത്തിയല്ലോ. അജ്ഞാതരായ ആളുകൾ, തിരിച്ചറിയാൻ കഴിയാത്ത മരിച്ചുപോയ ആളുകളെ കണ്ടുപിടിക്കാനായി നടത്തിയ DNA പരിശോധനയ്ക്ക് 3 കോടി രൂപയാണ്. ഈ ക്യാമ്പുകൾ, രക്ഷപ്പെട്ടവരെ ക്യാമ്പുകളിൽ പാർപ്പിച്ചിരുന്നു. അവർക്ക് ഭക്ഷണം നൽകിയത് 8 കോടി രൂപയ്ക്കാണ് അത്രേ. വസ്ത്രം നൽകിയത് 11 കോടി രൂപയ്ക്കാണ്. അവർക്ക് ചികിത്സ നൽകിയത് 8 കോടിയാണ്. ജനറേറ്റർ 7 കോടി. എയർലിഫ്റ്റിലൂടെ മൃതദേഹങ്ങൾ കൊണ്ടുവന്നതിന് 17 കോടിയാണ്. അതിൽ VIP-കളുടെ യാത്ര കൂടി ഉൾപ്പെടും. പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും യാത്രയടക്കമായിരിക്കാം. 17 കോടി. ടൂറിസത്തിൽ ഉണ്ടായിരിക്കുന്ന നഷ്ടം കണക്കാക്കിയിരിക്കുന്നത് 50 കോടിയാണ്. കൃഷിനാശം 15 കോടി. സർക്കാർ സ്വത്ത് നഷ്ടപ്പെട്ടത് 56 കോടി. വാഹന നഷ്ടം 18 കോടി. ഇങ്ങനെ വിചിത്രമായ കണക്കുകളാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് ഹൈക്കോടതി സോമോട്ടോ എടുത്ത കേസിൽ സർക്കാർ നൽകിയ അഫിഡവിറ്റിലാണ് ഈ കണക്കുകൾ ഉള്ളത്. ഓണറബിൾ ജസ്റ്റിസ് AK ജയശങ്കർ നമ്പ്യാർ, ജസ്റ്റിസ് ശ്യാംകുമാർ VM അവരടങ്ങിയ ബെഞ്ചിന്റെ മുന്നിലാണ് ഈ ഞെട്ടിക്കുന്ന കണക്കുകൾ നൽകിയത്. അപ്പോൾ ഏതു ദുരന്തമുണ്ടായാലും യുദ്ധമുഖത്തും ഈ ദുരന്ത സ്ഥലങ്ങളിലും സാമൂഹിക വിരുദ്ധരും മറ്റും അഴിഞ്ഞാടുന്നതും മറ്റും സാധാരണമാണ്. കാരണം ഇപ്പോൾ 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ശത്രു സൈന്യം ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന രാജ്യത്തിലെ സ്ത്രീകളെ പോലും വേട്ടയാടും. അപ്പോൾ അങ്ങനെ കലാമിറ്റികൾ പലപ്പോഴും ഭരിക്കുന്നവരുടെ ഒരു വലിയ വരുമാന മാർഗം കൂടിയാണ്. അവർ വിജയ ആഹ്ലാദങ്ങൾ തന്നെ നടത്തും. പക്ഷേ ഈ പ്രകൃതി ദുരന്തങ്ങളും മഹാമാരികളും പണമുണ്ടാക്കാനുള്ള ഒരു അവസരമാക്കി ഒരു സർക്കാരും മാറ്റാൻ പാടില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് സഹായം കിട്ടാനായി നൽകിയ നിവേദനത്തിലെ കണക്കുകളാണ് ഇത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മന്ത്രി MB രാജേഷും അത്തരത്തിലാണ് പ്രതികരിച്ചത്. കാരണം ഈ കൊട്ടിഘോഷിക്കുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്ന്, ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് കേരളത്തിന് അർഹതപ്പെട്ട കാശ് വാങ്ങിയെടുക്കാനായി നൽകിയ നിവേദനത്തിലെ കണക്കുകളാണ്. നിവേദനത്തിലെ കണക്കായാലും ചിലവിട്ട തുകയായാലും ഇത്തരത്തിൽ പെരുപ്പിച്ച് കാണിക്കുക ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാവുന്ന ഒരു കാര്യമല്ല. വളരെ പെരുപ്പിച്ച് കാണിച്ച ഒരു കണക്കാണ് ഇത്. ഇങ്ങനെ ചെയ്യാൻ പിണറായി സർക്കാർ എങ്ങനെ കഴിഞ്ഞു എന്ന് എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. 2018 പ്രളയവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ നൽകിയ ഫണ്ടിൽ നടന്ന തിരിമറികളെക്കുറിച്ചുള്ള ആരോപണം, എറണാകുളം കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പ്, അത് ഇപ്പോഴും അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ പ്രളയകാലത്ത് നടന്ന രക്ഷാപ്രവർത്തനങ്ങൾ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വന്ന സംഭാവന, അതിൻ്റെ കൃത്യമായ കണക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് വയനാട്ടിലെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ 100-400 ആളുകൾ മരിച്ചു പോവുകയും അതിലേറെ പേരെ കാണാതാവുകയും ചെയ്ത അത്യപൂർവമായ ഒരു ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തിൽ നിന്നും നാം പഠിക്കും.
സർക്കാർ പഠിക്കും, നമ്മുടെ സമൂഹം പഠിക്കും എന്ന് നാം കരുതി. പക്ഷെ നാം ഒന്നും പഠിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ കള്ളക്കണക്കുകൾ. കാരണം മൃതദേഹം അടക്കം ചെയ്യാനും മറ്റും സന്നദ്ധ പ്രവർത്തകരാണ് മുന്നിട്ടിറങ്ങിയതെന്ന് നാം വിഷ്വൽ മീഡിയയിൽ കണ്ടതാണ്. കാരണം ലൈവായി ഏതാണ്ട് 2 ആഴ്ച കാലം വയനാട്ടിലെ ചൂരൽമലയും മിടിക്കയും എല്ലാം തന്നെ ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്ന വിഷയങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് നിന്നും പുറത്തു നിന്നും എല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ലഭിക്കുകയും ചെയ്തു. അപ്പോൾ നരേന്ദ്രമോദി വന്ന് മുഖ്യമന്ത്രിയോടൊപ്പം ഈ ദുരന്ത സ്ഥലങ്ങൾ ഹെലികോപ്റ്ററിലിരുന്ന് കാണുകയും അത് കഴിഞ്ഞ് കാൽനടയായി നടന്ന് ദുരന്ത സ്ഥലങ്ങൾ കാണുകയും ചെയ്തു. പക്ഷേ വയനാട് ദുരന്തത്തിന് ശേഷം തെലങ്കാനയിലും മറ്റുമുണ്ടായ ദുരന്തങ്ങളിൽ നഷ്ടപരിഹാരം കേന്ദ്ര സർക്കാർ നൽകി കഴിഞ്ഞു. നമുക്കിനിയും നൽകിയിട്ടില്ല. അതെന്തായാലും ഗുരുതരമായ തെറ്റാണ്. കാരണം കേരളത്തിനോട് ഒരു സമീപനവും മറ്റ് BJP ഭരിക്കുന്ന അല്ലെങ്കിൽ ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ടായ ദുരന്തങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓടിയെത്തുകയും അതിന് നഷ്ടപരിഹാരം നൽകുകയും ചെയ്തു. അത് ശരിയല്ല. അപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിയും പറയുന്ന ഇത് നിവേദനത്തിലെ കണക്കാണ് എന്ന് പറഞ്ഞാൽ, നിവേദനത്തിൽ പോലും ഇങ്ങനെ കണക്ക് പെരുപ്പിച്ച് പറയാൻ പാടുണ്ടോ? കാരണം ഇപ്പോൾ BJP സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും ചിലവിടുന്ന തുക എന്ന് പറയുന്നത് ഞാനും നിങ്ങളും അടങ്ങിയ ജനങ്ങൾ നൽകുന്ന നികുതി പണമാണ്. ആ നികുതി പണം എടുത്തു തന്നെയാണ് മോദി വിദേശ യാത്രകൾ നടത്തുന്നതും മുഖ്യമന്ത്രിയും കൂട്ടരും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതും എല്ലാം. അപ്പം നാം കള്ളക്കണക്കെഴുതി ആരെയാണ് പറ്റിക്കുന്നത്? കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് ഒരു വിദേശ സർക്കാരല്ല. നമ്മുടെ നികുതി പണം കൊണ്ട്, എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ലഭിക്കുന്ന നികുതി പണം കൊണ്ട്, ജനങ്ങൾ നൽകുന്ന പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഒരു ജനാധിപത്യ സർക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജനാധിപത്യ സർക്കാർ നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ കണക്കുകൾ നൽകുമ്പോൾ, ദുരന്തവുമായി ബന്ധപ്പെട്ട കണക്കുകൾ നൽകുമ്പോൾ അത് നമ്മുടെ ജനങ്ങളുടെ പണം തന്നെയാണ് എന്ന ബോധ്യത്തോടുകൂടി വേണം കണക്ക് നൽകാൻ. 250 കോടിയുടെ നഷ്ടമുണ്ടായതിന് 1000 കോടിയോ 1500 കോടിയുടെയോ കണക്ക് നൽകിയിട്ട് ഒരു കാര്യവുമില്ല. അങ്ങനെ വരുമ്പോഴാണ് ആ ഫണ്ട് പെട്ടെന്ന് നൽകാൻ പോലും കേന്ദ്ര സർക്കാർ, ഏത് സർക്കാരായാലും മടി കാണിക്കുക. മാത്രവുമല്ല, ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ രേഖയിൽ പല കണക്കുകളിലും ആക്ച്വൽ എന്നാണ് കാണിച്ചിരിക്കുന്നത്. ആൻറ്റിസിപ്പേറ്റഡ് എന്നോ ഒന്നുമല്ല പറയുന്നത്, ആക്ച്വൽ. ആക്ച്വൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാള പരിഭാഷ എന്താണ്? കൃത്യമായി ചെലവിട്ട പണത്തെയാണല്ലോ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് ഈ സർക്കാരിനെ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് എത്തിച്ചിരിക്കുന്നത്. കേന്ദ്ര സഹായം ലഭിക്കാതിരിക്കാൻ പ്രതിപക്ഷവും മറ്റും നടത്തുന്ന ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഈ കണക്കുകൾ പുറത്തു വന്നതെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറയുന്നത്. ഹൈക്കോടതിയിൽ ഈ അഫിഡവിറ്റ് കൊടുത്തത് AG ആണ്. AG സർക്കാർ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കണക്കുകൾ നൽകിയിരിക്കുന്നത്. എന്തിനാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഇത്തരം ഒരു കണക്ക് നൽകിയത്? അപ്പോൾ ഹൈക്കോടതി സോമോട്ടോ കേസെടുക്കുന്ന ഘട്ടത്തിൽ തന്നെ ഒരു പൊതു താൽപ്പര്യ ഹർജിയും അവിടെ എത്തിയിരുന്നു. അപ്പോൾ ആ പൊതു താൽപ്പര്യ ഹർജിയുടെ കൂടി വെളിച്ചത്തിലാണ് ഈ റിപ്പോർട്ട് സർക്കാരിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. ആ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നപ്പോഴാണ് ഇത്രയും വലിയ വിവാദം, ഇത്രയും വലിയ ആരോപണത്തിൻ്റെ മുൾമുനയിൽ പിണറായി സർക്കാർ നിൽക്കുന്നത്. തനിക്ക് ശേഷം പ്രളയം എന്ന മട്ടിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നത് ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാനാവില്ല. കാരണം ഇനിയും കേരളം ഇടതുപക്ഷ സർക്കാരുകൾ ഭരിക്കേണ്ടതുണ്ട്.
പിണറായിക്ക് ശേഷവും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ വരേണ്ടതുണ്ട്. അപ്പോൾ ഇതോടുകൂടി എല്ലാം അവസാനിക്കുന്നു എന്ന മട്ടിലാണ് കാര്യങ്ങൾ നീക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ ദുരന്തത്തിൻ്റെ പേരിൽ പോലും ഈ തീവെട്ടിക്കൊള്ള.